വമ്പൻ വിജയത്തിന് പിന്നാലെ ബീഹാറിൽ സർക്കാർ രൂപീകരണം വേഗത്തിലാക്കിയ എൻഡിഎ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ തീയതി ഉടൻ പ്രഖ്യാപിക്കും. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിയെന്ന സംശയമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. സ്വപ്നതുല്യമായ വിജയമാണ് എൻഡിഎ ബീഹാറിൽ നേടിയത്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ബിജെപി മാറിയപ്പോൾ തൊട്ടുപിന്നിൽ തന്നെ ജെഡിയുവുമുണ്ട്. പ്രതിപക്ഷ നിരയിൽ രണ്ടക്കം കടക്കാൻ കഴിഞ്ഞത് ആർജെഡിക്ക് മാത്രം. വമ്പൻ വിജയത്തിന് ശേഷം തർക്കങ്ങളില്ലാതെ സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ് എൻഡിഎ. മുഖ്യമന്ത്രി നിതീഷ് കുമാർ തന്നെ. മുഖ്യമന്ത്രി പദത്തിൽ വ്യവസ്ഥ കൊണ്ടുവരുന്നതടക്കം ബിജെപി ആഗ്രഹിക്കുന്നുണ്ട്. നിതീഷ് കുമാറിന്റെ പ്രായമടക്കം ചൂണ്ടിക്കാട്ടിയാണിത്. ഉപമുഖ്യമന്ത്രി പദം, പ്രധാന വകുപ്പുകളെന്ന കാര്യത്തിലൊക്കെ ഉടൻ ധാരണയിലെത്തും. ഇന്നലെ തന്നെ നിതീഷ് കുമാറുമായി സാമ്രാജ് ചൗധരി അടക്കമുള്ള മുതിർന്ന ബിജെപി നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു. ഇന്ന് എൽജെപി നേതാവ് ചിരാഗ് പാസ്വാൻ നിതീഷിന്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി. പക്ഷേ മുഖ്യമന്ത്രി പദത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാൻ അദ്ദേഹം തയ്യാറായില്ല. ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിൽ അവകാശവാദം ഉടനെ ഉന്നയിക്കും. പ്രധാനമന്ത്രി അടക്കമുള്ളവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം തിരഞ്ഞെടുപ്പിൽ തിരിമറി ആരോപിക്കുകയാണ് കോൺഗ്രസ്. ആർക്കും വിശ്വസിക്കാവുന്ന റിസൾട്ട് അല്ല ബീഹാറിൽ വന്നിരിക്കുന്നത്. ബീഹാറിലെ ജനങ്ങളത് വിശ്വസിക്കുന്നില്ല, പാർട്ടി പ്രവർത്തകർ വിശ്വസിക്കുന്നില്ല, മറ്റു രാഷ്ട്രീയ പാർട്ടികളും അലയൻസ് പാർട്ടിയിലും വിശ്വസിക്കുന്നില്ല. തോൽവിയെക്കുറിച്ച് പഠിക്കുമെന്ന് ആർജെഡിയും പറയുന്നു. SIR-ഉം വോട്ടുകൊള്ളയും അടക്കമുള്ള വിഷയങ്ങൾ ഗുണം ചെയ്തില്ലെന്നാണ് പൊതുവിലയിരുത്തൽ. 24 പട്ന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.